الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇപ്രകാരം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം മരണം വരെയും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് അനുധാവനം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിജ്ഞാനദാഹികളായ മഹാൻരഥന്മാരായ സ്വഹാബിമാരും അതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന അറാബികളും പല ആളുകളും പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പല സന്ദർഭത്തിലും പ്രവാചകനോട് അറിവ് അന്വേഷിക്കുകയും പല കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചോദിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നത് ധാരാളം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചില ആളുകളൊക്കെ പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ലിംനി ദുല്ലിനി, പ്രവാചകരെ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ, അള്ളാഹു പറഞ്ഞ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിഷയം ഞങ്ങൾക്ക് അറിയിച്ചു തരൂ, പ്രവാചകരെ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കൂ, പ്രവാചകരെ ഈ ലോകത്തെ ഏറ്റവും ഹൈറായ മനുഷ്യൻ ആരാണ്, പ്രവാചകരെ അഫ്ളലായ മനുഷ്യൻ ആരാണ്. അതുപോലെ തന്നെ പ്രവാചകനോട് തന്നെ വന്നുകൊണ്ട് പലരും ചോദിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്. ഇങ്ങനെ അവർ ആഗ്രഹിക്കുന്ന സ്വർഗത്തിനു വേണ്ടി ഉതകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രവാചകനോട് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ സ്വഹാബിമാരും അതുപോലെ മറ്റു പല വ്യക്തികളും പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്ന് പല നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഹദീസുകളിലുണ്ട്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം അന്ധനായ സ്വഹാബിയുടെ ചോദ്യം ഹദീസുകളിൽ കാണാൻ കഴിയും. അൻസാരികളായ സ്ത്രീകളുടെ അവർ പോലും ഞങ്ങൾക്കും ദീന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന നിലക്കുള്ള ചോദ്യങ്ങൾ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കാറുണ്ട്. പല അഅറാബികളും പല മനുഷ്യരും ജാ റജുലുൻ എന്ന രീതിയിലുള്ള പ്രയോഗത്തിലെ ഹദീസുകളിൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് പലതും ചോദിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ അദ്ദേഹം കടന്നു വരികയാണ്. എന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ച് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു, അല്ലിംനി വഔജിസ്, പ്രവാചകരെ എന്നെ ഒന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ, ഉപദേശിക്കൂ, എനിക്കൊരു വാള് തരൂ, എനിക്കൊരു വസിയത്ത് തരൂ എന്ന നിലക്ക് പ്രവാചകനോട് വസിയത്തിനെ ചോദിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, 3 വളരെ ചരിത്ര പ്രസിദ്ധമായ അർത്ഥവത്തായ അതുപോലെ ആശയസമ്പുഷ്ടമായ ജീവിത വിജയത്തിന് നമുക്കൊക്കെ നിദാനമായ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ മഹാനായ പ്രവാചകൻ ആ മനുഷ്യന് നൽകുന്നത് ഹദീസുകളിൽ ബാക്കി ഭാഗങ്ങളിൽ കാണാം. പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഖാല ഇദാ ഖുംത ഫിസ്സലാത്തി ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഒരു ഉപദേശം, നീ നമസ്കരിക്കുക ഒരു വിടവാങ്ങൽക്കാരനെ പോലെ നീ നമസ്കരിക്കുക. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വലാ തഖല്ലം ബികലാമിൻ തഅ്തദിർ മിൻഹു, അതുപോലെ തന്നെ നീ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് മാപ്പ് പറയേണ്ടി വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അരുത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കരുത് എന്ന നിലക്കുള്ള വളരെ പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങളാണ് പ്രവാചകൻ ആ മനുഷ്യന് നൽകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നെഞ്ചേറ്റിയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനുമൊക്കെ ഏറെ ഉപകാരമുണ്ടാക്കുന്ന വളരെ പ്രസിദ്ധമായ ഉപദേശങ്ങളാണ്, 3 വസീയത്തുകളാണ് പ്രവാചകൻ ആ മനുഷ്യന് നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, ഇദാ ഖുംത ഫിസ്സലാത്തി, നീ നമസ്കരിക്കുമ്പോൾ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ഈ നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ വഫാത്തായി പോവുകയാണ്, ഇനി ഒരു നമസ്കാരത്തിന് എനിക്ക് അവസരമില്ല എന്ന ബോധ്യത്തോടുകൂടി നമസ്കരിക്കുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമസ്കരിക്കുക എന്ന് മാത്രമല്ല, ആ ഒരു ഖുശൂഅോടുകൂടി ആ ഒരു ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്ന ഉപദേശമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരാശങ്കയുണ്ട്, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, അശ്രദ്ധമായി പോവുകയാണ്, നമസ്കരിച്ചിട്ട് ഒരു റാഹത്ത് കിട്ടുന്നില്ല എന്ന പരാതിയാണ് പല ആളുകൾക്കും നമുക്ക് പറയാനുള്ളത്. ചിലപ്പോഴൊക്കെ നമസ്കാരം തുടങ്ങുന്നത് മാത്രമാണ് നമുക്ക് ഓർമ്മ. ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ അള്ളാഹുവാണ് വലിയവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തക്ബീറത്ത് ചൊല്ലി പിന്നീട് സലാം വീട്ടുമ്പോഴാണ് നമസ്കാരം കഴിഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത്. അതിന്റെ ഇടയിലൊക്കെ നടക്കുന്നത് യാന്ത്രികമായി സംഭവിച്ചു പോകുന്നു. പല തിരക്കുകളുമുള്ള ആളുകളാണ്, പല കാര്യങ്ങളും നമ്മുടെ മനസ്സുകളിലൂടെ മിന്നി പറയുന്നുണ്ട്, പല ഓർമ്മകളാണ് നമസ്കാരത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നത്. കച്ചവടത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഉണ്ടാകാറുണ്ട്. അവിടെ നമസ്കാരത്തിൻ്റെതായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരു ഖുശൂഅ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ അവസാന നമസ്കാരമാണെങ്കിൽ നീ അങ്ങനെ ചിന്തിക്കുമോ? ഏതൊരു മനുഷ്യനും മരണം ഉറപ്പാണ്. എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ യാത്ര അയച്ചു, അവരിലേക്ക് കൊണ്ടുവച്ചു, മണ്ണിട്ട് തിരിച്ചു പോരുന്നു. നാളെ നമ്മളും അതുപോലെ പോകും. അവരൊക്കെ ഒരു നമസ്കാരത്തിൽ നിന്ന് മറ്റൊരു നമസ്കാരത്തിന്റെ ഇടയിലാണ് മരിച്ചത്. ഒന്നെങ്കിൽ സുബഹിന്റെ ളുഹറിന്റെ ഇടയ്ക്ക് നമ്മൾ മരിക്കും, അല്ലെങ്കിൽ ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ മരിക്കും. അസറിന്റെയോ മഗ്രിബിന്റെയോ അല്ലെങ്കിൽ മഗ്രിബിന്റെയോ ഇശാഇന്റെയോ സുബഹിയുടെ ഇടയിൽ ഏതെങ്കിലും ഒക്കെ ഒരു വഖത്തിന്റെ ഇടയിൽ നമ്മുടെ മരണം നിശ്ചിതമായ കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു നമസ്കാരമാണ് നമ്മൾ ഇന്ന് നിർവഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന് കച്ചവടത്തെക്കുറിച്ചുള്ള ഓർമ്മ അവന്റെ നമസ്കാരത്തിൽ വരൂല. അവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മയല്ല അവിടെ വരിക. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ്. ഈ അവസരം ലോകത്ത് ഏത് മതവിഭാഗത്തിനാണുള്ളത്? അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്താൻ, റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, ആ നിലക്ക് ഭക്തിയോടുകൂടി നമസ്കരിക്കാനുള്ള അവസരം ലോകത്ത് വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി നമസ്കരിക്കുന്നവരായി നിങ്ങൾ മാറണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്.
മടിയന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ മുനാഫിക്കുകൾ അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നിടത്ത് കാണാം. അള്ളാഹു പറഞ്ഞെന്താണ്? ഇന്നൽ മുനാഫിഖീന, നിശ്ചയമായും കപടവിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ വഹുവ യുഖാദിഊഹും, അവര് വിചാരിക്കുന്നത് അള്ളാഹുവിനെ അവര് അള്ളാഹുവിനെ വഞ്ചിക്കുകയാണെന്നാണ്. എന്നാൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല, അവര് നമസ്കരിക്കാൻ നിൽക്കുന്നവരാണ്. പക്ഷെ നമസ്കരിച്ചാലോ ആ നമസ്കാരത്തിൽ ഉദാസീനതയാണ്, അലസതയാണ്. ആ നിലയ്ക്ക് നമസ്കരിക്കുന്ന മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. യുറാഊന നാസ്, അതുപോലെ അവരുടെ നമസ്കാരം ആളുകൾ കാണണമെന്ന ചിന്തയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രം ഓർക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള നമസ്കാരം ഒരു മുഅ്മിനിന്റെ നമസ്കാരമാകാൻ പാടില്ല. അതേപോലെ ഖുശൂ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമസ്കരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാ സഹായവും റബ്ബ് വാഗ്ദാനം ചെയ്യുകയാണ്. ജീവിതത്തിൽ അള്ളാഹു അവന് കാവലുണ്ടാകുമെന്ന് ഉറപ്പ് പരിശുദ്ധ ഖുർആനിൽ നൽകുകയാണ്. അള്ളാഹു പറഞ്ഞു, വഖാല അല്ലാഹു, അള്ളാഹു പറയുകയാണ്, ഇന്നി മഅകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്, അത് ഉറപ്പാണ്. എങ്ങനെയുള്ളവർ? ലൈൻ അഖംതുമുസ്സലാത്ത്, നമസ്കാരം ഖുശൂഅോടുകൂടി യഥാവിധം നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ ഒപ്പം അല്ലാഹു ഉണ്ട് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയാൻ. ഖാല അല്ലാഹു ഇന്നി മഅകും, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ റബ്ബിന്റെ നോട്ടമുള്ള ആ റബ്ബ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഖുശൂ ഇല്ലാതെ ഒരാൾക്ക് നമസ്കരിക്കാൻ കഴിയും? ഇത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അശ്രദ്ധ കടന്നു വരുന്നത്. മനസ്സും ശരീരവും ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലെ, അതിനാണ് പള്ളിയിൽ വരുമ്പോ നിങ്ങൾ ചിത്രമുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരരുതെന്ന് പറയുന്ന ഹദീസുകളിൽ പല കാര്യങ്ങളും പല നിബന്ധനകളും പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. പള്ളിയിൽ ബഹളമുണ്ടാക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പള്ളിയിൽ മറ്റ് നമസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും പാടില്ല എന്ന് പറയാനുള്ള കാരണം നമസ്കാരം വളരെ കാമായി വളരെ ശാന്തമായി അള്ളാഹുവിന്റെ മുന്നിൽ നിർവഹിക്കുന്ന അഫ്ളലായ ഒരു ഇബാദത്തായതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പള്ളികളിലൊക്കെ മൊബൈലിന്റെ സൗണ്ട്, അതുപോലെ തന്നെ ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുക. പള്ളിയിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അറബി അല്ലാത്ത ഭാഷ പോലും പള്ളിയിൽ സംസാരിക്കരുത് എന്ന് പോലും ചർച്ചയിൽ കാണാം. എന്താ കാരണം? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മലയാളം സംസാരിക്കേണ്ടെന്നല്ല, സംസാരിക്കാം. പക്ഷേ അനുവദനീയമായ, അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളല്ലാത്ത നാട്ടുകാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇതൊക്കെ സംസാരിക്കുകയും കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും അത് നമസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു ഇല്ലേ, വാസനയുള്ളത് ആയ ഒരു ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞു. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വരരുത് എന്ന് പഠിപ്പിച്ചു. ഇതെല്ലാം പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം നമസ്കരിക്കുന്നവന് ഒരു നിലക്കുമുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത്. അവന്റെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം ശബ്ദകോലാഹലങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസാലുല്ലാഹു അസ്സ വജൽ മുഖ്ബിലൻ ഇലൽ അബ്ദി ഫീ സ്വലാത്തിഹി, ഒരുവൻ ഏകാഗ്രതയായിട്ട് നമസ്കരിക്കുകയാണെന്ന് കരുതുക, മാലം യൽതഫിദ്, അവന്റെ ശ്രദ്ധ അങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ വൈദാ സ്വറഫ വജ്ഹു ഇൻസറഫ അൻഹു, അല്ലാഹു അവനിലേക്ക് നോക്കും. അള്ളാഹുവിന്റെ ശ്രദ്ധയുണ്ട്, അള്ളാഹു അവനെ പരിഗണിക്കും. എന്നാൽ അവന്റെ ശ്രദ്ധ തിരിഞ്ഞു കളഞ്ഞാലോ അള്ളാഹു അയാളിൽ നിന്ന് തിരിഞ്ഞു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ചില ആളുകൾ ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കുക, ക്ലോക്കിൽ നോക്കി നിസ്കരിക്കുക, അതുപോലെ മറ്റ് കലണ്ടറിൽ നോക്കുക, മറ്റുള്ള മുമ്പ് സൊഫ് നിൽക്കുന്ന ആളുകളുടെ ഡ്രസ്സിലേക്ക് നോക്കുക. ഇതൊക്കെ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുമ്മ, പ്രവാചകന്റെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്. എപ്പോഴും പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം ചോദിക്കുന്നു, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. ഭക്തിയുള്ള ഹൃദയം ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുശൂ ഉണ്ടാവുക എന്നത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹുവേ ഭക്തിയില്ലാത്ത ഹൃദയം ഉണ്ടാക്കരുതേ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും സൂക്ഷ്മതയും ഉണ്ടാകുന്ന ഹൃദയത്തിന് വേണ്ടി പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവ്വലു ശൈഇൻ യർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ, ഈ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? ഈ സമൂഹത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന കാര്യം അത് ആ സമൂഹത്തിലെ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സുകളിലുള്ള ഭക്തിയായിരിക്കും. ഖുശൂ നഷ്ടപ്പെടും. പള്ളികളിലേക്ക് ചെന്നാൽ സഫായി നമസ്കരിക്കുന്ന പള്ളികൾ ധാരാളം കാണാൻ കഴിയും. ഒരുപാട് നമസ്കാരക്കാരെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. പക്ഷേ പലരുടെയും മനസ്സുകളിൽ ഭക്തിയില്ല.
അത് ഉയർത്തപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും ഭക്തിയില്ലാത്ത ഒരാളെ പോലും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ വരും എന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ട്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വരും കാലഘട്ടങ്ങളിൽ അവ്വലുമാ തഫ്കിദൂന മിൻ ദീനിക്കുമുൽ ഖുശൂഅ്, നിങ്ങളുടെ മതത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നത് ഖുശൂ ആണ്. നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും, നിസ്കാരമല്ല ആദ്യം നഷ്ടപ്പെടുക. ആദ്യമൊക്കെ ഖുശൂ ഓരോ മനസ്സിൽ നിന്നും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഖുശൂ ഇല്ലാത്ത, ഭയഭക്തിയില്ലാത്ത ആളുകളായി മാറും. വെറും യാന്ത്രികമായ നമസ്കാരക്കാരായി മാറുന്ന കാലഘട്ടങ്ങൾ വരും. പിന്നീട് അവസാനമാകുമ്പോൾ നമസ്കാരം തന്നെ ഇല്ലാതാകും. നമസ്കാരമില്ലാത്ത ആളുകളായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല, അവന്റെ ഹൃദയം ശൂന്യമാണ് എന്നവർ പഠിപ്പിച്ചു. പള്ളികളൊക്കെ നിറഞ്ഞ ആളുകൾ കാണും, പക്ഷേ ഖുശൂഉള്ള ആളുകൾ അവിടെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാതാകുന്ന കാലഘട്ടം വരും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും ഖുശൂ ഉണ്ടാകണം. പലർക്കും നമസ്കാരം തന്നെ ഇല്ല, തോന്നിയതുപോലെ നമസ്കരിക്കുന്നു, തോന്നിയപ്പോൾ നമസ്കരിക്കുന്നു, അല്ലെ? ഭൗതികമായ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പള്ളിയിൽ വരുന്നു. മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോ ചില ആളുകൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് നമസ്കരിക്കാനുള്ളതല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ, അവൻ പ്രായപൂർത്തിയായിട്ടുള്ളവനാണെങ്കിൽ, അവൻ മുസ്ലിം ആണെങ്കിൽ അവന്റെ മേൽ നിർബന്ധമായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് റമദാനിൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല, സാഹചര്യത്തിനനുസരിച്ച് മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല നമസ്കാരം എന്ന് പറയുന്നത്. ഒരാൾ രോഗിയായാൽ അവന് പോലും ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും നമസ്കാരം നിർവഹിച്ചിരിക്കണം. ആ രോഗിയായി കിടക്കയിലാണെങ്കിൽ കിടന്ന് നമസ്കരിക്കണം, നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം. അതുപോലെ തന്നെ വെള്ളമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ തയമ്മും ചെയ്ത് നമസ്കരിക്കണം. അതുപോലെ തന്നെ യാത്രയിലാണെങ്കിൽ നമസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ, അതുപോലെ തന്നെ അത്തരം അർജന്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജമ്മാക്കി നമസ്കരിക്കണം. ളുഹറും അസറും ജമ്മാക്കണം. ളുഹറിനോട് ജമ്മു തഖ്ദീമാക്കി അസറും കൂടി നമസ്കരിക്കാം. അതുപോലെ തന്നെ അസറിനോട് ളുഹർ ചേർത്തുകൊണ്ട് ജമ്മു തഖ്ദീറായിട്ട് നമസ്കരിക്കാം. അതുപോലെ മഗ്രിബും ഇശാവും, അതുപോലെ തന്നെ മഗ്രിബിന്റെ സമയത്ത് ഇശാവും മഗ്രിബും കൂടി ജമ്മു തഖ്ദീമായിട്ടും, ഇശാഇന്റെ സമയത്ത് മഗ്രിബും ഇശായും കൂടി ജമ്മു തഖ്ദീറായിട്ട് നമസ്കരിക്കാം. അതുപോലെ യാത്രയുടെ സാഹചര്യങ്ങളിൽ കസ്റാക്കാനുള്ള അനുവാദം നൽകി. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ, ളുഹർ, അസർ, ഇശ പോലെയുള്ള നമസ്കാരങ്ങൾ ഈ 2 റക്അത്തായി നമസ്കരിക്കാൻ. എങ്ങനെയാണെങ്കിലും നമസ്കാരം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം. പലരും നിസ്സാരമായ കാര്യങ്ങൾ, സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തി, അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി ഉള്ള പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള മനസ്സില്ലാത്ത ആളുകൾ ഇന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം അതൊരു പ്രകാശമാണ്, അത് ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന കാര്യമാണ്, അതൊരു നൂറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ നമസ്കാരം സ്വീകരിച്ചവൻ വിജയിച്ചു, അത് ഉപേക്ഷിച്ചവൻ പരാജിതനാണ്. അവൻ നഷ്ടക്കാരനാണ്, അവൻ പരാജിതനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, പ്രവാചകന്റെ മരണസമയത്ത് പോലും, പ്രവാചകൻ അവശനായി ബോധരഹിതനായി വീഴുന്ന സമയം, ആ സമയത്ത് പോലും സ്വഹാബിമാരുടെ തോളിലേക്ക് കൈയിട്ട് ആ മരുഭൂമിയിലെ മണലുകളിലൂടെ കാലി ഇഴച്ചുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുന്ന പ്രവാചകൻ അവസാന നിമിഷം പോലും പറഞ്ഞത് അസ്വലാത്ത്, നമസ്കാരം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്, അത് ഉപേക്ഷിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അവർക്ക് കുത്തേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും കുത്തേറ്റ് കുടൽമാല പുറത്തേക്ക് ചാടിക്കിടക്കുമ്പോൾ പോലും നിസ്കാരം മുറിക്കാതെ നമസ്കാരം പൂർത്തീകരിച്ച സഹാബത്തിന്റെ ചരിത്രമാണ് സഹോദരങ്ങളെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ മനസ്സുകളിലുള്ള ഖുശൂ ആണ്. നമസ്കാരത്തിലെ ഭയഭക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലുള്ള സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ടും റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മയിലും, അതുപോലെ തന്നെ ഹൃദയം ശാന്തമായും മനസ്സമാധാനപൂർവമായും ചലനങ്ങളെല്ലാം അടക്കി തന്റെ അവയവങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ വിനീതമായി റബ്ബിന്റെ മുന്നിൽ നിർവഹിക്കുന്ന അത്തരം നമസ്കാരങ്ങൾക്കാണ് ഖുശൂഉള്ള നമസ്കാരം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ അവയവങ്ങളും അതിൽ ഒതുങ്ങുന്നുണ്ട്. ഇദാ കാനത്ത് മുജ്സിഅത്തൻ മുസാബൻ അലൈഹി ഫഇന്ന സവാബ അലാ സബിമാ യഅഖലുൽ ഖൽബു മിൻഹാ. പണ്ഡിതന്മാർ പറയുന്നു, ഓരോ മനുഷ്യന്റെ നമസ്കാരം സ്വീകരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്.
അവന്റെ മനസ്സിലുള്ള ഖുശൂഇനനുസരിച്ചായിരിക്കും അതിന്റെ ഓരോ ദറജയും ഉണ്ടായിരിക്കുക എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്തിയുള്ള നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നോക്കൂ. മഹാനായ സ്വഹാബിമാർ, അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഒരു യുദ്ധരംഗം, ആ യുദ്ധരംഗത്ത് കാവൽ നിൽക്കാൻ ആ സ്വഹാബിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാവൽ നിൽക്കുമ്പോൾ ആ സ്വഹാബി നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ ശത്രുക്കൾ വന്നു, അദ്ദേഹത്തെ അമ്പ് ചെയ്തു. 3 അമ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ തറച്ചു. എന്നിട്ടും ആ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറിയില്ല എന്ന് മറ്റുള്ള സ്വഹാബിമാർ പറയുന്നതായി മഹാനായ അബ്ദുർ റസാഖ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ബിൻ യസാർ എന്ന് റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, വകാന മുസ്ലിം ബിൻ യസാർ റഹിമഹുല്ലാ ഇദാ കാന സ്വല്ലാ കഅന്നഹു വഖദുൻ ലാ യഖൂലു ഹഖദാ വലാ ഹഖദാ. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ ഒരു പ്രതലത്തിൽ തറച്ചു വെച്ച, ഭിത്തിയിൽ തറച്ചു വെച്ച റാണിയെ പോലെ ചലിക്കാതെ നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നമസ്കാരം കണ്ട ആളുകൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നമസ്കരിക്കുമ്പോഴോ കാലുകളിട്ട് ആട്ടിയും ചലിപ്പിച്ചും തലയാട്ടിയും പല പോസ്റ്റ് കാണിച്ചും ഒക്കെ നമസ്കരിക്കുന്നു. മഹാരഥന്മാരായ മുൻഗാമികൾ അവര് ഉറപ്പിച്ച ആണി പോലെയായിരുന്നു എന്നതാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നതാണ്, ഇദാ ഖാമ ഫി സ്വലാത്തി കന്നഹു വഖദുൻ. അദ്ദേഹം നമസ്കരിക്കുന്നത് ഒരു ആണി തറപ്പിച്ച് നേരെ നിൽക്കുന്നത് പോലെ അദ്ദേഹം നിൽക്കുമായിരുന്നു എന്നാണ്. അൻബസ് ഇബ്നു അഖബ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇദാ ഖാമ ഫി സ്വലാത്തി കന്നഹു ജദ്മു ഹായിത്തിൻ. അദ്ദേഹം ഒരു മതില് പോലെയാണ്, ഉറച്ചു നിൽക്കുന്ന ഒരു മതില് പോലെയാണ്. ഇദാ സജദ വഖഅതു അസ്വാഫീറു. അദ്ദേഹം സുജൂദ് ചെയ്താൽ അദ്ദേഹത്തിന്റെ പുറത്ത് പക്ഷികൾ പോലും വന്നിരുന്നിട്ടുണ്ട്. ആ പക്ഷികൾ പോലും പറന്നു പോകാതെ അത്ര നിശ്ചലമായി റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ടും റുകൂഅ് ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം നമസ്കരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സഹാബത്തിന്റെ മുന്നിലേക്ക് വന്നു. സഹാബത്തിനോട് പറഞ്ഞു, ഏറ്റവും വലിയ മോഷണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അയ്യു സരിക്കത്തിൻ തഉദ്ദൂന അക്ബർ. ഏറ്റവും മോശമായ മോഷണം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? സാബിമാര് പറഞ്ഞു, തന്റെ സഹോദരന്റെ കാര്യങ്ങൾ മോഷ്ടിക്കലാൻ, അവന്റെ പണവും സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ മോഷ്ടിക്കുന്നതാണ് ഏറ്റവും വലിയ മോശമായ മോഷണം എന്ന് സാബിമാര് പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അക്ബർ അസ്സരിക, ഏറ്റവും മോശമായ മോഷണം എന്ന് പറഞ്ഞാൽ അല്ലദി യസ്രിഖു സലാതഹു, അവന്റെ നമസ്കാരത്തിലാണ് ആ മോഷണം ഉണ്ടാകുന്നത്. ഖാലു കൈഫ യസ്രിഖു അഹദുനാ സലാതഹു. അപ്പോ സാബിമാര് ചോദിച്ചു, എങ്ങനെയാണ് നമസ്കാരത്തിൽ മോഷണം ഉണ്ടാകുന്നത്? പ്രവാചകൻ പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ. ഖുശൂഇല്ലാതെ, റുകൂഅ് യഥാവിധം നിർവഹിക്കാതെ, സുജൂദ് യഥാവിധം നിർവഹിക്കുന്ന നമസ്കാരം, അത് നമസ്കാരത്തിലെ ഏറ്റവും മോശമായ ഒരു മോഷണമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രവാചകന്റെ വസിയത്ത് അതെന്താണ്? നീ നമസ്കരിക്കുമ്പോൾ അവസാന നമസ്കാരമാണെന്ന ഓർമ്മയിൽ നമ്മൾ നമസ്കരിക്കണം. ഈ വഖത്ത് കഴിഞ്ഞാൽ ഇനിയൊരു വഖത്തിന് ഞാൻ ഈ ലോകത്തില്ലെങ്കിൽ എത്ര ഭക്തിയോടുകൂടി നമസ്കരിക്കുമോ അതുപോലെ ആയിരിക്കണം നിന്റെ ഓരോ വഖത്ത് നമസ്കാരം ഉണ്ടായിരിക്കേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശം നാളെ പരലോകത്ത് ഒന്നാമത് വിചാരണ ചെയ്യുന്ന ഇബാദത്താണ്. അത് നമുക്ക് രക്ഷയ്ക്ക് കിട്ടണമെങ്കിൽ, രക്ഷ ഉണ്ടാകണമെങ്കിൽ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എത്ര ഗൗരവമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലരും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമസ്കാരം ഉപേക്ഷിച്ച് കളയുന്നു. ടൂറിന് പോകുമ്പോൾ നമസ്കരിക്കാത്ത ആളുകൾ, കുട്ടികളുണ്ട്, പല ആളുകളുമുണ്ട്. ഒരു വീട്ടിലൊരു കല്യാണം നടന്നാൽ അന്ന് നമസ്കരിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയാണെങ്കിൽ അന്ന് നമസ്കാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന ചിന്തയിൽ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. പല ജോലിയുടെയും പല കാരണങ്ങളുടെയും പേര് പറഞ്ഞ് നമസ്കരിക്കാത്ത ആളുകളുണ്ട്. നമ്മളത് ആത്മാർത്ഥമായി ആലോചിക്കൂ സഹോദരങ്ങളെ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരിൽ ഇന്നത്തെ സുബഹി പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ച ആളുകളാണോ നമ്മളെല്ലാവരും? ആത്മാർത്ഥമായി അവരവരുടെ മനസ്സുകളോട് ചോദിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? പ്രവാചകൻ ഖബറിൽ കണ്ട കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്താണ്? ചില വ്യക്തികളുടെ മുന്നിൽ ചില മലക്കുകൾ വലിയ പാറക്കല്ലുമായി നിൽക്കുകയാണ്. എന്നിട്ട് ആ പാറക്കല്ല് കൊണ്ട് ആ മനുഷ്യന്റെ തല തല്ലി പൊളിക്കുകയാണ്. അതിങ്ങനെ വീണ്ടും തല യഥാർത്ഥ രൂപത്തിലാകുന്നു. ആ കല്ലെടുത്ത് വീണ്ടും തല തല്ലിപ്പൊളിക്കുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഹദീസാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഇത് ആർക്കാണെന്നറിയോ? നിർബന്ധ നമസ്കാരങ്ങൾക്ക് കിടന്നുറങ്ങുന്നവൻ, നിർബന്ധ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കഠിനമായ ശിക്ഷയാണ് നമസ്കരിക്കാത്തവർക്കുള്ളത്. അവരെ കുറിച്ച് ഹദീസുകളിൽ കാണാം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവർ കാറൂനിന്റെയും അതുപോലെ തന്നെ ഫിർഔനിന്റെയും കൂടെയാണ് നരകത്തിൽ എന്ന് പറയുമ്പോൾ ഫിർഔനും ഖാറൂനും ഒക്കെ ഏറ്റവും വലിയ അധികാരികളായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കാത്തവൻ
അവരുടെ ഒപ്പമായിരിക്കുമെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ അപകടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം കൃത്യമാക്കുക. പരലോകത്ത് നമ്മളുടെ മുതൽക്കൂട്ടാണ് അത്. ഈ വിചാരണയിൽ അത് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു മുവഹിദായ മനുഷ്യൻ ഖുശൂഅോടുകൂടി നിസ്കരിക്കണം. ഖുശൂ എന്ന് പറഞ്ഞാൽ ഈമാനാണ്. ഒന്നാമതായി ഖുശൂ എന്ന് പറഞ്ഞാൽ തൗഹീദ് അവനുണ്ടായിരിക്കണം. അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് നിർവഹിക്കുന്ന ഒരു വ്യക്തി, അവന്റെ നമസ്കാരം കൃത്യമല്ലെങ്കിൽ പരലോകത്ത് അവൻ ശിക്ഷിക്കപ്പെടുമെന്നർത്ഥം. അതുകൊണ്ട് ആ ഖുശൂഅോടുകൂടി നമസ്കാരം നിർവഹിക്കുന്നവർ നമ്മൾ ഉൾപ്പെടണം. ഓരോ നമസ്കാരവും ഭക്തിയുള്ളതായി മാറണം. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നാളെ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. നമ്മൾ സംസാരിക്കാറുണ്ട്, അപ്പോ അത് ചിന്തിച്ച് സംസാരിക്കണം. എന്താണ് പറയുന്നതെന്ന ബോധം നമുക്കുണ്ടാകണം. സംസാരിച്ചിട്ട് പിന്നെ മാപ്പ് പറയുന്ന അവസ്ഥ, ആ നിലക്കുള്ള സംസാരങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. വലാ തഖല്ലമ ബികലാമിൻ തഅതദുറു മിൻഹു അദൻ, നല്ല വാക്ക് പറയണം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞ ആമുഖമായി ഓതി വെച്ച വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, സംസാരിക്കുമ്പോൾ നല്ല വാക്ക് പറയണം, നല്ല കാര്യങ്ങൾ, ശരിയായ വാക്കുകൾ പറയണം. യുസ്രിഉ ലക്കും അഅമാലക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു ശരിയാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അപ്രകാരം അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, മഹത്തായ വിജയമാണ് അല്ലാഹു ഓഫർ നൽകുന്നത് എന്നതാണ്. നമ്മുടെ സ്വഭാവത്തിലെ മുഖ്യ വിഷയമാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. നാം ഒരിക്കലും അപകടത്തിൽ കൊണ്ട് ചാടിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഉണർത്തിയ ഒരു കാര്യമാണ്, നാക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും നോക്കൂല, ദേഷ്യത്തിലൊക്കെ പലതും പറയും, എന്നിട്ട് പിന്നെ പോയി മാപ്പ് പറയും. ഇത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല. വിശ്വാസി എങ്ങനെയായിരിക്കണം, യഥാർത്ഥ ബുദ്ധിയുള്ളവൻ എങ്ങനെയായിരിക്കണം, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് സംസാരിക്കണം. അല്ലാത്തവർ അങ്ങനെയല്ല, അവർ സംസാരിച്ചിട്ടേ ചിന്തിക്കുള്ളൂ പറഞ്ഞത് എന്താണെന്ന്. അങ്ങനെ ആകാൻ പാടില്ല എന്നതാണ്. നമ്മൾ പറയുന്നത് കേട്ട് നമ്മളുടെ സംസാരം കാരണം എത്രയോ ആളുകളുടെ മനസ്സുകളിൽ മുറിവുണ്ടാകും. ആ മുറിവിൽ നിന്ന് ഉയരുന്ന കൈകൾ, ആ പ്രാർത്ഥനകൾക്ക് തടസ്സമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായം പറയുമ്പോൾ, രണ്ടാളുകൾ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ അതിൽ അഭിപ്രായം പറയുമ്പോൾ പോലും വളരെ സൂക്ഷിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയണം. ഒരു തീരുമാനം പറയുന്ന ആളുകളാണെങ്കിൽ, ഒരു യോഗമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു രണ്ടുപേരുടെ അടുത്ത്, അല്ലെങ്കിൽ മറ്റു ആളുകളുടെ അടുത്ത് ഒരു തീരുമാനം പറയുന്ന വിഷയമാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചും ആലോചിച്ചും വേണം ഏതൊരു കാര്യവും സംസാരിക്കാൻ. എടുത്തു ചാടി അവിവേകപരമായി പെരുമാറുന്ന രീതി അത് അപകടമാണ്. പല തൊലാക്കുകളും സംഭവിക്കുന്നു, പല കുടുംബ പ്രശ്നങ്ങളും അത് കാരണം സംഭവിക്കുന്നു, പല സഹോദരങ്ങൾ തമ്മിൽ തെറ്റുന്നു. ഇതെല്ലാം ആളുകളുടെ സംസാരം വളരെ അപകടം വെക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ഷെയറും ഒരു ലൈക്കും ഒക്കെ, നമ്മൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്നും കാണാതെ ലൈക്ക് ചെയ്താൽ, നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 5000 ഫ്രണ്ട്സ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ 5000 ഫ്രണ്ട്സിലേക്ക് അത് പോവാണ്. അവരും അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുമ്പോൾ, ഒരു തെറ്റിന് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ ലോകം ചക്രവാളം മുഴക്കെ ആ തെറ്റ് പരക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം നമ്മളിലേക്ക് വന്നു ചേരും എന്ന അപകടം കൂടി നമ്മൾ തിരിച്ചറിയണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സത്യവിശ്വാസി ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ അബ്ദ ലാ യതഖല്ലമു ബികലിമത്തിൻ മിൻ റിദ്വാനില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുന്ന ഒരു വാക്ക് അവൻ പറഞ്ഞു. നിസാരമായി പറഞ്ഞൊരു കാര്യമാണ്. ലാ യുൽഖി ലഹാ ബാലൻ, അവൻ വളരെ നിസാരമായി പറഞ്ഞ കാര്യമാണ്. യർഫഉല്ലാഹു ബിഹി ദറജാത്ത്, എന്നാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ദറജ ഉയരും. എന്നാലോ ഇന്നൽ അബ്ദ ലാ യതഖല്ലമു ബികലിമത്തിൻ മിൻ സഖ്തില്ലാഹ്, എന്നാൽ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു വാക്കാണ് അവൻ പ്രചരിപ്പിച്ചത്, അവൻ അപ്ലോഡ് ചെയ്തത്, അതുപോലെ അവൻ ഷെയർ ചെയ്തത് എങ്കിൽ അവൻ വളരെ നിസാരമായി, ലാ യുൽഖി ലഹാ ബാലൻ, അവൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അത് നിസാരമായി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഷെയർ ചെയ്ത് വിട്ടു, ലൈക്ക് ചെയ്ത് വിട്ടു. അതിന്റെ തെറ്റുകളോ അതിന്റെ ഇസ്ലാമിക മര്യാദകളോ ഒന്നും അവൻ പാലിച്ചില്ല. യഹ്വി ബിഹാ ഫീ ജഹന്നം, അത് കാരണം അവൻ നരകത്തിൽ പതിക്കാൻ കാരണമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാരണം ഒരു ഫസാദ് സമൂഹത്തിൽ ഉണ്ടാക്കരുത്. ഖത്ലിനേക്കാൾ, കൊലപാതകത്തെക്കാൾ വലിയ അക്രമമാണ് ഫസാദ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. കൊലപാതകത്തെക്കാൾ അക്രമമാണ്. നമ്മൾ കാരണം ഒരു ഫസാദ് സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ, ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുപോലെ ദ്വിമുഖമായി സംസാരിക്കുക, ദ്വിമുഖമായി പെരുമാറുക. ഒരിടത്തൊരു സ്വഭാവം, മറ്റൊരിടത്തൊരു സ്വഭാവം. രണ്ട് മുഖമുള്ള ആളുകൾ, എല്ലാവരുടെയും തൃപ്തി കിട്ടാൻ വേണ്ടി അവിടെയും ഇവിടെയും സംസാരിച്ച് മാന്യന്മാരാവാൻ ശ്രമിക്കുന്ന ആളുകൾ,
അത് വലിയ തെറ്റായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. മിൻ ശർരിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ മോശമായ ചില ആളുകളുണ്ട്. ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകളാണ് അവർ. അല്ലദീ യഅതി ഹൗലാഹി വജ്ഹിൻ, ഒരു കൂട്ടരടുത്ത് ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, അതുപോലെ വഹൗലാഹി വജ്ഹിൻ, മറ്റേ കൂട്ടരെടുത്തുമ്പോൾ ആ ഒരു സ്വഭാവം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാത്തിന്റെയും ഇടയിൽ മാന്യത നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അത് മനുഷ്യരുടെ കൂട്ടത്തിൽ മോശമായ സ്വഭാവമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിറാറു ഇബാദില്ല, അല്ലെ, അള്ളാഹുവിന്റെ അടിമകളിൽ മോശപ്പെട്ട ഒരു കൂട്ടരായ ആളുകളാണ് അത്തരം ആളുകൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ചില ആളുകൾ പരലോകത്തേക്ക് വരും. ഇന്നൽ അബ്ദ യഅതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തി അംസാലി ജിബാലി, ചില പർവ്വത സമാനമായ ഇബാദത്തുമായിട്ടാണ് വരിക. അവർക്ക് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ഫയജിദു ലിസാനുഹു ഖദ് ഹദമഹ അലൈഹി കുല്ലിഹാ, അവരുടെ നാവ് കാരണം അത് മുഴുവനും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പ്രവാചകൻ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അത്തരം വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട 3 വസിയത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമസ്കരിക്കുമ്പോൾ അവസാന നമസ്കാരം എന്ന നിലക്ക് നമ്മൾ നമസ്കരിക്കുക, എങ്കിൽ ഭക്തിയോടുകൂടി ഖുശൂഅോടുകൂടി നമസ്കാരത്തെ നിർവഹിക്കുക എന്നതാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് ആളുകളുമായുള്ള സംസാരത്തിന്റെ വിഷയമാണ്. സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. ആളുകളോട് മാപ്പ് പറയേണ്ടി വരുന്ന വിധത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. പ്രവാചകനോട് വന്ന് ചോദിച്ചു, അയ്യുൽ മുസ്ലിമീന അഫ്ളൽ, മുസ്ലിമീങ്ങളിൽ അഫ്ളലായ മനുഷ്യൻ ആരാണ് എന്ന് പ്രവാചകനോട് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഖുൽതു യാ റസൂലുള്ളാഹ്, അദ്ദേഹം ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി, ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിം ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ, മറ്റാളുകൾ രക്ഷപ്പെട്ടുവോ അവനാണ് ശ്രേഷ്ഠനായ മുസ്ലിം എന്ന് പഠിപ്പിച്ചു. അപ്പൊ ശ്രേഷ്ഠനായ ഒരു മുസ്ലിം ആകണമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഒരു വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാതിരിക്കുക, അത്തരം ആളുകളാണ് യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വസിയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടുമായിട്ടുള്ള വിഷയമാണ്. എല്ലാവരും ഉദാരമായി നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകുക. അള്ളാഹു ജാരിയായ സ്വതക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, മതവിധികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡോക്ടർ ടി.കെ. യൂസുഫ് സാഹിബ് എഴുതിയ ഒരു പുസ്തകം നമ്മുടെ സ്റ്റാളിലുണ്ട്. ഇൻഷുറൻസ്, ബാങ്ക് പലിശ, അവയവദാനം, മരിച്ചവരുന്ന അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ലിംഗനിർണയം, ഭ്രൂണഹത്യ, രക്തദാനം തുടങ്ങി നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ, കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കൽ പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, സംശയങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിയുന്ന നല്ലൊരു പുസ്തകമാണ്. പ്രമാണബദ്ധമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് നമ്മുടെ ബുക്ക് സ്റ്റാളിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ അത് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും, നമ്മൾ ഖുതുബകളിൽ പറയുന്ന പല ദിക്റുകളും ദുആകളും, എല്ലാ അദ്കാറുകളും ദുആകളും ഒക്കെ അടങ്ങിയ പുസ്തകവും ബുക്ക് സ്റ്റാളിലുണ്ട്. അത് നമ്മൾ വാങ്ങുകയും നമ്മുടെ മക്കളെയൊക്കെ അത് പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചം ഉത്തരക്കടലാസ് തരേണ്ട അവസാന ദിവസം ഒക്ടോബർ 10-ാം തീയതിയാണ്. എത്രയും വേഗം തന്നെ കഴിയും വിധം അത് അതിന്റെ ഉത്തരങ്ങൾ എഴുതി തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ലേന്തി ഖുർആന്റെ ക്ലാസുകൾ എല്ലാവരും ശ്രദ്ധാപൂർവം അതിന്റെ പഠിതാക്കൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അമലി സ്വാലിഹാത്തുകളും നാളെ പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന വിശ്വാസികളെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, പട്ടിണി കിടക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിൽ സഹോദരങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ നീ എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൂർണ്ണമായ നിർഭയത്വം ആ സഹോദരങ്ങൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശപ്പിനുള്ള ഭക്ഷണം അള്ളാഹു നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ പരിക്ക് പറ്റിയ സഹോദരങ്ങൾ അള്ളാഹുവെ പൂർണ്ണമായ ശിഫാഉൻ ആജിലിനെ
അള്ളാഹുവെ നീ സമ്മാനിക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في الهند. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.